Hi all, welcome to Entri Technical YouTube channel. Myself Vishnu Anand. KWA ഓപ്പറേറ്ററിൻ്റെ മെക്കാനിക്കൽ ഭാഗം KWA ഓപ്പറേറ്റർ സിലബസിലെ മെക്കാനിക്കൽ ഭാഗത്തെ വിവിധ ടോപ്പിക്കുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, ആ കൺസെപ്റ്റും അതേപോലെ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഒരു സീരീസായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ IC എൻജിൻ, അതേപോലെ തന്നെ ഷീറ്റ് മെറ്റൽ, റിവറ്റിംഗ്, പമ്പ്, വാൽവുകൾ എന്നിവയൊക്കെയാണ് മെക്കാനിക്കൽ ഭാഗത്ത് നിന്നുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഷീറ്റ് മെറ്റൽ വർക്കുമായി ബന്ധപ്പെട്ട ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഷീറ്റ് മെറ്റലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനുകളെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ടിൻമാൻസ് L². അപ്പോൾ L² എന്ന് പറയുന്ന ഒരു ടൂൾ, അത് നമ്മൾ ഷീറ്റ് മെറ്റൽ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ യു ക്യാൻ സി ദി L² ഹിയർ. സോ എൻ ടിൻമാൻസ് L² is an L-shaped piece of hardened steel with graduation marks on the edges of the tongue and body. അപ്പോൾ ഇതൊരു L ഷേപ്പിലുള്ളൊരു ടൂളാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഹാർഡൻഡ് സ്റ്റീൽ. ഇനി അതിൽ നമ്മൾ സ്കെയിലിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ രണ്ട് സൈഡിലും ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ രണ്ട് ഭാഗങ്ങൾ അത് ടോങ് ആൻഡ് ബ്ലേഡാണ്, ബ്ലേഡ് അല്ലെങ്കിൽ ബോഡി. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ഇൻ ദി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ടു എനി ബേസ് ലൈൻ. അപ്പോൾ ഒരു ബേസ് ലൈന് പെർപെൻഡിക്കുലറായി മാർക്ക് ചെയ്യാൻ വേണ്ടി, മാർക്കിംഗ് ആവശ്യത്തിന് വേണ്ടിയാണ് ടിൻമാൻസ് L² യൂസ് ചെയ്യുന്നത്. ആൻഡ് ടു ചെക്ക് ദി പെർപെൻഡിക്കുലാരിറ്റി, ഓഫ് കോഴ്സ് ഒരു ഷീറ്റ് മെറ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു വർക്ക് പീസിൻ്റെ പെർപെൻഡിക്കുലാരിറ്റി ചെക്ക് ചെയ്യാനും നമുക്ക് L² യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളാണുള്ളത്, ബോഡി ആൻഡ് ടോങ്. അപ്പോൾ അതിൽ ഷോർട്ട് ആമിനെ നമ്മൾ പറയുന്നതാണ് ദാറ്റ് ഈസ് കോൾഡ് ടോങ്, ആൻഡ് ദ ലോങ് ആം ഈസ് കോൾഡ് ബോഡി ഓർ ബ്ലേഡ്, ആൻഡ് ദ കോർണർ ഈസ് കോൾഡ് ഹീൽ. ഈ കോർണറിനെ വിളിക്കുന്നത് ഹീൽ എന്നാണ്. ഇനി ദ സൈസ് ഓഫ് L² ഈസ് സ്പെസിഫൈഡ് ബൈ ദ ലെങ്ത് ഓഫ് ബോഡി ആൻഡ് ദി ടോങ്. ബോഡിയുടെ അതേപോലെ തന്നെ ടോങ്ങിൻ്റെയും ലെങ്ത്, അതിനെ ബേസ് ചെയ്താണ് ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടിൻമാൻസ് സ്ക്വയർ. അപ്പോൾ ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി L² എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഈ ടൂൾ എത്തണം. Is feeler gauge. So a feeler gauge is a tool used to measure gap width. രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ്, അതിനിടയിലുള്ള ഗ്യാപ്പ് മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മേറ്റിംഗ് പാർട്സിനിടയിലുള്ള ഗ്യാപ്പ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫീലർ ഗേജ്. സോ ഫീലർ ഗേജ് are mostly used in engineering to measure the clearance between two parts. രണ്ട് പാർട്ടുകൾക്കിടയിലുള്ള ക്ലിയറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫീലർ ഗേജ് യൂസ് ചെയ്യുന്നത്. സോ യു ക്യാൻ സി ദി ഫീലർ ഗേജ് ഹിയർ. ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പ്ലേറ്റുകളാണുള്ളത്. ഓക്കെ, പല തിക്നെസ്സിലുള്ള ഷീറ്റുകൾ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഓരോ ലീഫിലും, അതിനെ നമ്മൾ ലീഫ് എന്ന് പറയുന്നു, ആ ലീഫിൽ അതിൻ്റെ തിക്നെസ് എത്രയാണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗേജ് യൂസ് ചെയ്യുന്നത് എവിടെയാണോ നമുക്ക് ക്ലിയറൻസ് ചെക്ക് ചെയ്യേണ്ടത് അതിനിടയിലേക്ക് ആ സ്പെസിഫിക് വാല്യൂ ഉള്ള നമ്മൾ ചെക്ക് ചെയ്യുന്നു, ഒരു ഏകദേശ വാല്യൂവിൽ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ ലൂസും അല്ല ടൈറ്റും അല്ലാത്തൊരു കണ്ടീഷൻ, ആ കണ്ടീഷൻ യൂസ് ചെയ്ത്, ആ ഒരു ഫീൽ യൂസ് ചെയ്താണ് നമ്മൾ ആ വാല്യൂ കണ്ടുപിടിക്കുന്നത്, ആ ക്ലിയറൻസ് കണ്ടുപിടിക്കുന്നത്. ഒരു എൻജിനിൽ വാൽവ് ക്ലിയറൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ടാപ്പറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ആ ക്ലിയറൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫീലർ ഗേജ് യൂസ് ചെയ്തതാണ്. അടുത്തത് റേഡിയസ് ഗേജ്. സോ റേഡിയസ് ഗേജസ് ആർ യൂസ്ഡ് ടു ചെക്ക് ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ റേഡിയസ് ഓഫ് വർക്ക് പീസസ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ റേഡിയസുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഫീലർ ഗേജിലെ പോലെ ഇവിടെയും പല ലീഫുകളുണ്ട്. ഇനി ആ ലീഫുകളിൽ അതിൽ റേഡിയസുകളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ റേഡിയസ് ഓഫ് എ പാർട്ട് ആർ ചെക്ക് ബൈ കമ്പയറിങ് ദ റേഡിയസ് ഓഫ് ദി ഗേജസ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർക്ക് പീസ് ഉണ്ട്, അപ്പോൾ അതിനൊരു കോണ്ടൂറാണ്. ഓക്കെ, ഒരു ചരിവൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ
റേഡിയസ് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു യൂസ് റേഡിയസ് ഗേജ്. അപ്പോൾ അതിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള റേഡിയസും കണ്ടുപിടിക്കാൻ പറ്റും, അതേപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള റേഡിയസും കണ്ടുപിടിക്കാൻ സാധിക്കും. ഈസ് സ്ക്രൂ പിച്ച് ഗേജ്. സോ എ സ്ക്രൂ പിച്ച് ഗേജ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ പിച്ച് ഓഫ് എ ത്രെഡ്. ഒരു ത്രെഡിൻ്റെ പിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്ക്രൂ പിച്ച് ഗേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും പല ലീഫുകളുണ്ട് അല്ലേ, ആ ലീഫുകളിൽ എന്താണ് ത്രെഡാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിച്ച് ആ പ്ലേറ്റുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ത്രെഡ് പിച്ച് ഗേജസ് ആർ യൂസ്ഡ് ആസ് എ റെഫറൻസ് ടൂൾ ഇൻ ഡിറ്റർമൈനിങ് ദ പിച്ച് ഓഫ് എ ത്രെഡ് ദാറ്റ് ഈസ് ഓൺ എ സ്ക്രൂ ഓർ ഇൻ എ ടാപ്ഡ് ഹോൾ. ഒരു ഇൻറ്റേർണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡിൻ്റെയും പിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ത്രെഡ് പിച്ച് ഗേജ്. അപ്പോൾ അത് ചെയ്യുന്ന രീതിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ത്രെഡ് റിംഗ് ഗേജ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു റിംഗ് ഷേപ്പിലുള്ള ഒരു ഗേജാണിത്. അത് ഗേജിൻ്റെ ഇതാണ് റിംഗ് ഗേജ്. അതിനുള്ളിൽ ഇൻറ്റേർണലി അവിടെ ത്രെഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് ത്രെഡ് റിംഗ് ഗേജസ് ആർ യൂസ്ഡ് ഫോർ ഇൻസ്പെക്റ്റിംഗ് എക്സ്റ്റേണൽ സ്ക്രൂ ത്രെഡ്സ്. അപ്പോൾ എക്സ്റ്റേണൽ സ്ക്രൂ ത്രെഡ്സ്, ഒരു ഷാഫ്റ്റിൽ കട്ട് ചെയ്തിരിക്കുന്ന ത്രെഡ്, അത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയാണ്, ഇൻസ്പെക്ഷൻ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ത്രെഡ് റിംഗ് ഗേജ് യൂസ് ചെയ്യുന്നത്. ഇൻസ്പെക്റ്റിംഗ് എക്സ്റ്റേണൽ സ്ക്രൂ ത്രെഡ്സ് ഓഫ് മാനുഫാക്ചേർഡ് പാർട്സ് ആണ് ത്രെഡ് പ്ലഗ് ഗേജസ്. അപ്പോൾ പ്ലഗ് ഗേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്ലഗ് ഗേജിന് രണ്ട് സൈഡുകളുണ്ട്, ഒരു ഗോ സൈഡ് ഉണ്ടായിരിക്കും, ഒരു നോ ഗോ സൈഡ് ഉണ്ടായിരിക്കും. സോ ത്രെഡ് പ്ലഗ് ഗേജസ് ആർ യൂസ്ഡ് ഫോർ ഇൻസ്പെക്റ്റിംഗ് ഇൻറ്റേർണൽ സ്ക്രൂ ത്രെഡ്സ്. ഇൻറ്റേർണൽ സ്ക്രൂ ത്രെഡുകളാണ് എങ്കിൽ ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ വി ഹാവ് ടു യൂസ് ത്രെഡ് പ്ലഗ് ഗേജസ്. ഒരു നട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ, അപ്പോൾ ആ നട്ടിൻ്റെ ത്രെഡ് അത് ഓക്കെ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ ഇൻ ദാറ്റ് കേസ് വി ഹാവ് ടു യൂസ് എ ത്രെഡ് പ്ലഗ് ഗേജ്. ഇവിടെ ആ നട്ടിലുള്ളത് ഇൻറ്റേർണൽ ത്രെഡാണ് അല്ലേ, അതുതന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ത്രെഡുകളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്ലഗ് ഗേജുകൾ, ത്രെഡ് പ്ലഗ് ഗേജുകൾ യൂസ് ചെയ്യുന്നത്. ഒരു ടൂളാണ് വയർ ഗേജ്. അപ്പോൾ ഒരു വയർ ഗേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ദ തിക്നെസ് ഓഫ് ഷീറ്റ് ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. അപ്പോൾ ഷീറ്റ് തിക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് വയർ ഗേജുകൾ യൂസ് ചെയ്യുന്നത്. The gauge consists of a disc-shaped, smoothened steel metal piece with a numerous slots around the outside edge. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ചുറ്റും സ്ലോട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പല തിക്നെസ്സിലാണ് ആ സ്ലോട്ടുകൾ. അപ്പോൾ ഷീറ്റ് ആ സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ വയർ ഗേജ് യൂസ് ചെയ്ത് ഷീറ്റിൻ്റെ തിക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. The slots are of various widths and correspond to certain gauge number. ഒരു വയർ ഗേജ് കാണിച്ചിട്ടുണ്ട്. ഇനി വയർ ഗേജ് യൂസ് ചെയ്ത് ഒരു ഷീറ്റിൻ്റെ തിക്നെസ് മെഷർ ചെയ്യുന്നതും നമുക്കവിടെ കാണാം. അപ്പോൾ അവിടെ മെഷർ ചെയ്യുന്നത് ആ സർക്കുലർ ഡിസ്കിലെ സ്ലോട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സ്ലോട്ടിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഷീറ്റിൻ്റെ തിക്നെസ് ആയിട്ട് നോക്കുന്നത്. സോ ദ തിക്നെസ് ഓഫ് എ ഷീറ്റ് ഇസ് ചെക്ക്ഡ് ബൈ ഇൻസേർട്ടിംഗ് ദ എഡ്ജ് ഓഫ് ദി ഷീറ്റ് in the appropriate slot of the standard wire gauge. Wire diameter is checked by inserting the wire only in the slot and not in the circle. വയറിൻ്റെ തിക്നെസ് ആണ്, സൈസാണ് മെഷർ ചെയ്യേണ്ടതെങ്കിലും ആ സ്ലോട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ സർക്കിളിന് അവിടെ ഇഫക്റ്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ സർക്കിളല്ല അവിടെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കുന്നത് ഷീറ്റ് മെറ്റൽ ആയി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കട്ടിംഗ് ടൂളുകളാണ്. അപ്പോൾ ഷീറ്റ് മെറ്റലിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് സ്നിപ്സ് ആണ്. സോ എ സ്നിപ്പ് ഈസ് ഓൾസോ കോൾഡ് എ ഹാൻഡ് ഷിയർ. അപ്പോൾ ഹാൻഡ് ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്നിപ്പാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ലൈക്ക് എ പെയർ ഓഫ് സിസേഴ്സ് ടു കട്ട് തിൻ സോഫ്റ്റ് ഷീറ്റ് മെറ്റൽസ്. ഇപ്പോൾ കട്ടി കുറഞ്ഞ ഷീറ്റുകളെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്നിപ്സിൻ്റെ യൂസ്. അപ്പോൾ നമ്മളൊരു കത്രിക ഉപയോഗിച്ചൊരു പേപ്പർ കട്ട് ചെയ്യുന്നു അല്ലേ, പേപ്പർ മുറിക്കുന്നു, അതേപോലെ തന്നെ നമുക്കൊരു സ്നിപ്പ് ഉപയോഗിച്ചൊരു ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യാം. സോ സ്നിപ്സ് ആർ സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ് ഓവറോൾ ലെങ്ത് ആൻഡ് ദ ഷേപ്പ് ഓഫ് ദി ബ്ലേഡ്. ഇപ്പോൾ സ്നിപ്സിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓവറോൾ ലെങ്ത്തും അതേപോലെ ഷേപ്പ് ഓഫ് ദി ബ്ലേഡും ഉപയോഗിച്ചാണ്. സോ ദർ ആർ 2 types of snips, straight snip and bend snip.
ഫസ്റ്റ് വൺ ഈസ് ദ സ്ട്രെയിറ്റ് സ്നിപ്സ്. അപ്പോൾ സ്ട്രെയിറ്റ് സ്നിപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കും. സോ ദ സ്ട്രെയിറ്റ് സ്നിപ്സ് ആർ യൂസ്ഡ് ടു കട്ട് ഷീറ്റ് മെറ്റൽ അലോങ് സ്ട്രെയിറ്റ് ലൈൻസ്. സ്ട്രെയിറ്റ് ലൈൻസിലൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രെയിറ്റ് സ്നിപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്നിപ്പാണ് ബെൻഡ് സ്നിപ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബെൻഡ് സ്നിപ്പ്. അപ്പോൾ ബെൻഡ് സ്നിപ്പ് ചോദിക്കും. എങ്ങനെ ചോദിക്കും? The bend snips are used to cut inside curved lines and for trimming curved edges. ഇപ്പോൾ ഒരു കർവിലൂടെ കട്ട് ചെയ്യണമെങ്കിൽ ഏത് സ്നിപ്പ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കും. ഇപ്പോൾ ഒരു കർവിലൂടെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ കർവ് കട്ട് ചെയ്യണമെങ്കിൽ ബെൻഡ് സ്നിപ്സ് യൂസ് ചെയ്യേണ്ടി വരും. അടുത്തതാണ് ഹാൻഡ് ലിവർ ഷിയർ. അപ്പോൾ പ്ലേറ്റുകളെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണിത്. സോ ഹാൻഡ് ലിവർ ഷിയർ ഇസ് എ ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീൻ used to cut sheet metal up to a thickness of 3 mm. 3 mm വരെ കട്ടിയുള്ള ഷീറ്റ് മെറ്റലുകളെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഹാൻഡ് ഷിയർ. When the machine is mounted on the bench, it is called hand lever bench shear. ഓക്കെ, ഇനി സാധാരണഗതിയിൽ ഇത് ഫ്ലോർ മൗണ്ടഡ് ആയിരിക്കും. പിന്നെ ഇത് ടേബിളിൽ മൗണ്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഒരു വർക്ക് ബെഞ്ചിലാണ് അതിനെ മൗണ്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ഹാൻഡ് ലിവർ ബെഞ്ച് ഷിയർ. ഇവിടെ അതിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഒരു ലിവർ ഹാൻഡിലുണ്ട്, അത് വലിച്ചാണ് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാണ് നമ്മളതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി 2 ബ്ലേഡുകളാണ് ഇവിടെ ഉള്ളത്, ഒരു അപ്പർ ബ്ലേഡും ഒരു ലോവർ ബ്ലേഡും. അപ്പോൾ നമ്മൾ ആ ലിവർ ഹാൻഡിൽ അത് ഈ ഡയറക്ഷനിൽ താഴ്ത്തുമ്പോൾ അവിടെ അത് എന്ത് പറ്റുന്നു? ആ അപ്പർ ബ്ലേഡ് വന്ന് ലോവർ ബ്ലേഡിൻ്റെ എഡ്ജിൽ അതിൽ കട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും? അതിനിടയിൽ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഷിയറായി പോകും, കട്ടായി പോകും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ടാപ്പ്. അപ്പോൾ ടാപ്സ് ആർ യൂസ്ഡ് ഫോർ ഇൻറ്റേർണൽ ത്രെഡിങ് ഓഫ് കമ്പോണൻറ്റ്സ്. അപ്പോൾ ഇൻറ്റേർണൽ ത്രെഡുകൾ, ഒരു ഹോളുണ്ട്, അതിനുള്ളിലാണ് ത്രെഡ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു യൂസ് ടാപ്സ്. അപ്പോൾ അത് ചോദിക്കും, ടാപ്പുകളുടെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഏത് ഉപയോഗിക്കണം എന്നൊക്കെ ചോദിക്കും. ക്യാൻ സി ദ ടാപ്പിംഗ് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ ഒരു പ്രീവിയസ്ലി ഡ്രിൽഡ് ആയിട്ടുള്ളൊരു ഹോൾ, അതിലേക്ക് ത്രെഡ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ടാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. അപ്പോൾ ഇൻറ്റേർണൽ ത്രെഡ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ടാപ്പിങ്ങിൻ്റെ ഉദ്ദേശം. ഇതാണ് ഡൈ അല്ലെങ്കിൽ ഡൈ നട്ട്. അപ്പോൾ ഇൻറ്റേർണൽ ത്രെഡ് കട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി നമ്മുടെ കയ്യിലൊരു ഷാഫ്റ്റ് ആണുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലേക്ക് ത്രെഡ് കട്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ത്രെഡ്, ഒരു ബോൾട്ടിൽ ത്രെഡ് ഉള്ളത്. ഇതേപോലെ ഇരിക്കുന്ന പുറം ഭാഗത്ത് എക്സ്റ്റേണലി ആണ് നമുക്ക് ത്രെഡ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു യൂസ് ഡൈ നട്ട്സ്. ത്രെഡിങ് ഡൈസ് ആർ യൂസ്ഡ് ടു കട്ട് എക്സ്റ്റേണൽ ത്രെഡ് ഓൺ സിലിണ്ട്രിക്കൽ വർക്ക് പീസസ്. സിലിണ്ട്രിക്കൽ വർക്ക് പീസുകളിൽ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡൈകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആ പ്രോസസ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദ ഡൈ നട്ട്. ഇനി അവിടെ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്ന ഒരു ഷാഫ്റ്റിൽ ത്രെഡ് കട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ആ ഫിഗറിൽ കാണാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്സ് ആണ്. പലതരത്തിലുള്ള സ്റ്റേക്കുകൾ നമ്മൾ ഷീറ്റ് മെറ്റലുകളെ പല ഷേപ്പിൽ ഡിഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേത് സ്റ്റേക്ക് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ നീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. സോ സ്റ്റേക്സ് ആർ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ. നമ്മൾ ഫോർജിങ്ങിൽ യൂസ് ചെയ്യുന്നത്, സ്മിത്തിയിൽ യൂസ് ചെയ്യുന്ന ആൻവിൽ ഉണ്ടല്ലേ, അപ്പോൾ അതേപോലെ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സിൻ്റെ ആൻവിലിനെയാണ് നമ്മൾ സ്റ്റേക്ക് എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ ബെൻഡിങ്, സീമിങ് ഓർ ഫോമിങ്. അപ്പോൾ പല രീതിയിലുള്ള ഓപ്പറേഷനുകൾക്ക് നമുക്ക് സ്റ്റേക്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ദ ആക്ച്വലി വർക്ക് ആസ് എ സപ്പോർട്ടിംഗ് ടൂൾ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ സ്റ്റേക്ക് ആക്ട് ആസ് എ സപ്പോർട്ടിംഗ് ടൂൾ ആസ് വെൽ ആസ് എ ഫോമിംഗ് ടൂൾ. അപ്പോൾ ആ സ്റ്റേക്കിന് മുകളിൽ വെച്ച് ഒരു മാലറ്റ് വെച്ചാണ് നമ്മളതിനെ ഡീഫോം ചെയ്യുന്നത്, ഷീറ്റ് മെറ്റലിനെ ഡീഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫോമിംഗ് ടൂളാണ്. അറ്റ് ദ സെയിം ടൈം അത് ഒരു സപ്പോർട്ടിംഗ് ടൂൾ കൂടിയാണ്. അപ്പോൾ അത് ചോദിക്കും സ്റ്റേക്ക് ആക്ട് ആസ് എന്ന് ചോദിക്കും. എന്നിട്ട് കുറേ ഓപ്ഷനുകൾ വരും. അപ്പോൾ അതിലെന്തുണ്ടായിരിക്കും? സപ്പോർട്ടിംഗ് ടൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ സപ്പോർട്ടിംഗ് ടൂളാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ വി ഹേർഡ് ദാറ്റ് ദ സ്റ്റേക്സ് ആർ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ അല്ലേ. ഇനി പല ഷേപ്പിലുള്ള സ്റ്റേക്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇൻ ദിസ് ഫിഗർ യു ക്യാൻ സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്സ്. പല രീതിയിലുള്ള പല ഷേപ്പിലുള്ള സ്റ്റേക്കുകളുണ്ട്. ബീക്ക് ഹോൺ സ്റ്റേക്ക്, ഹാച്ചറ്റ് സ്റ്റേക്ക്,
ഫണൽ സ്റ്റേക്ക്, ഹോഴ്സ് ഹെഡ് സ്റ്റേക്ക്, കോൺവെക്സ് സ്റ്റേക്ക്, അങ്ങനെ പല രീതിയിലുള്ള സ്റ്റേക്കുകളുണ്ട്. ഓരോ സ്റ്റേക്കിനും അതിൻ്റേതായ ആവശ്യങ്ങൾ, ഉപയോഗങ്ങൾ, യൂസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നു ഹാച്ചറ്റ് സ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ ഒരു ഹാച്ചറ്റ് സ്റ്റേക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ചെയ്യുന്ന ഓപ്പറേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദ ഹാച്ചറ്റ് സ്റ്റേക്ക് ഹാസ് എ ഷാർപ്പ് സ്ട്രെയിറ്റ് എഡ്ജ് ബെവൽഡ് അലോങ് വൺ സൈഡ്. അപ്പോൾ ഇതിനൊരു ഷാർപ്പായിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു എഡ്ജ് ഉണ്ട്. ഇറ്റ് ഈസ് ബെവൽഡ്, ഒരു സൈഡിലേക്ക് അത് ബെവൽ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ മേക്കിംഗ് ഷാർപ്പ് ബെൻഡ്സ്. ഓക്കെ, അപ്പോൾ ഷീറ്റ് മെറ്റലുകളെ ബെൻഡ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാച്ചറ്റ് സ്റ്റേക്ക്. ഷാർപ്പ് ബെൻഡ്സ്, ഫോൾഡിങ് ദ എഡ്ജസ് ഓഫ് ഷീറ്റ് മെറ്റൽ, ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഹാച്ചറ്റ് സ്റ്റേക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു ബോക്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എഡ്ജ് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഫോൾഡ് ചെയ്യണം അല്ലെങ്കിൽ ബെൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാച്ചറ്റ് സ്റ്റേക്കാണ്. ദ സ്റ്റേക്ക് ദാറ്റ് ഈസ് ഹാഫ് മൂൺ സ്റ്റേക്ക്. അപ്പോൾ അത് ഒരു പകുതി സർക്കിളാണ് എന്ന് നമുക്ക് ആ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ദിസ് സ്റ്റേക്ക് ഹാസ് എ ഷാർപ്പ് ഹെഡ് ഇൻ ദ ഫോം ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ആർക്ക് പോലെ ഷേപ്പിലുള്ള സ്റ്റേക്കുകളാണ് ഹാഫ് മൂൺ സ്റ്റേക്ക്. ആൻഡ് ദേ ആർ ഓൾസോ ബെവൽഡ് അലോങ് വൺ സൈഡ്, ഒരു സൈഡിലേക്ക് ഒരു ബെവലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേണിംഗ് അപ്പ് ഫ്ലാഞ്ചസ് ഓൺ മെറ്റൽ ഡിസ്ക്സ്. ഒരു മെറ്റാലിക് ഡിസ്കിൽ ഫ്ലാഞ്ചുകൾ, അതിൻ്റെ സൈഡിനെ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഹാഫ് മൂൺ സ്റ്റേക്കാണ്. സി ദി ഹാഫ് മൂൺ സ്റ്റേക്ക് ഹിയർ. അപ്പോൾ അതിൻ്റെ ഒരു എഡ്ജ് ബെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഫ്ലാഞ്ച് ഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്താണ് ഫണൽ സ്റ്റേക്ക്. അപ്പോൾ ഒരു ഫണൽ ഷേപ്പിലുള്ളൊരു സ്റ്റേക്കാണിത് അല്ലേ. സോ ദിസ് സ്റ്റേക്ക് ഇസ് യൂസ്ഡ് വെൻ ഷേപ്പിംഗ് ആൻഡ് സീമിങ് ഫണൽസ് ആൻഡ് ടാപ്പേർഡ് ആർട്ടിക്കിൾസ്. ഇപ്പോൾ ഫണൽ പോലുള്ള ഷേപ്പുകൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ടാപ്പറായിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ വി ഹാവ് ടു യൂസ് ഫണൽ സ്റ്റേക്ക്. ആണ് ബീക്ക് ഓർ ബിക്ക് അയൺ സ്റ്റേക്ക്. ഇപ്പോൾ ഇവിടെ അതിന് 2 ഭാഗങ്ങളുണ്ട് ഈ സ്റ്റേക്ക് നോക്കിക്കഴിഞ്ഞാൽ. ദിസ് സ്റ്റേക്ക് ഹാസ് 2 ഹോൺസ്, വൺ ഓഫ് വിച്ച് ഈസ് ടാപ്പേർഡ്. ഒരു ടാപ്പേർഡ് ആയിട്ടുള്ളൊരു ഹോൺ ഉണ്ട്. അതേപോലെ അതർ ഈസ് റെക്റ്റാങ്കുലർ ഷേപ്ഡ് ആൻവിൽ. ഓക്കെ, 2 ഭാഗങ്ങൾ 2 രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്റ്റേക്കിൻ്റെ. ദ ആൻവിൽ മേ ബി യൂസ്ഡ് ഫോർ സ്ക്വയറിംഗ് കോർണേഴ്സ്, സീമിംഗ് ആൻഡ് ലൈറ്റ് റിവെറ്റിംഗ്. ഇവിടെ ഈ കോണിക്കലായിട്ടുള്ള ആ ഒരു ഹോണിൽ, അതിന് നമ്മൾ ബീക്ക് എന്ന് പറയുന്നു. അതിനെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കർവ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് അതിനെ നമുക്ക് കർവ് ചെയ്യിച്ചെടുക്കണം. അത്തരം കണ്ടീഷനിലൊക്കെ നമുക്ക് ഈ ബീക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഷീറ്റാണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു എഡ്ജ് ബെൻഡ് ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത എൻഡ് ആ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ആൻവിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തതാണ് ക്രീസിങ് അയൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രീസിങ് അയൺ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേ ഗ്രൂവുകൾ, സ്ലോട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് സ്റ്റേക്ക് ഹാസ് 2 റെക്റ്റാങ്കുലർ ഷേപ്ഡ് ഹോൺസ്, വൺ ഓഫ് വിച്ച് ഈസ് പ്ലെയിൻ ആയിട്ടുള്ളൊരു റെക്റ്റാങ്കുലർ പോർഷൻ ഉണ്ട്, ഒരു ഹോൺ ഉണ്ട്. ഇനി ദ അതർ ഹോൺ കണ്ടെയ്ൻസ് എ സീരീസ് ഓഫ് ഗ്രൂവിങ് സ്ലോട്ട്സ് ഓഫ് വാരിയസ് സൈസസ്. അപ്പോൾ അതർ എൻഡിലുള്ളത് ഒരു നമ്പർ ഓഫ് ഗ്രൂവ്സ് ആണ്, അത് പല സൈസിലാണ്. ഓക്കെ, അപ്പോൾ ആ ഫ്ലാറ്റ് ആയിട്ടുള്ള എഡ്ജിൽ യൂസ് ചെയ്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ ചെയ്യാൻ സാധിക്കും. ഇനി അവിടെ ആ ഗ്രൂവുകൾ ഉപയോഗിച്ച് ആ ഷേപ്പിലേക്ക് ഷീറ്റുകളെ ഡീഫോം ചെയ്യാൻ സാധിക്കും. ഇതാണ് പൈപ്പ് സ്റ്റേക്ക് അല്ലെങ്കിൽ സ്ക്വയർ എഡ്ജ് സ്റ്റേക്ക് എന്ന് പറയും. ദിസ് സ്റ്റേക്ക് ഹാസ് ദ ഹോൺ ആൻഡ് ദി ഷാങ്ക്. ദ ഹോൺ ഈസ് അവൈലബിൾ ഇൻ 2 ഷേപ്സ്. 2 രീതിയിലുള്ള ഹോണുകൾ അവൈലബിൾ ആണ് ഇവിടെ. ഒന്ന് വിത്ത് ഫ്ലാറ്റ് ഫേസ് ആൻഡ് ദെൻ വിത്ത് കർവ്ഡ് ഫേസ്. ഇപ്പോൾ 2 രീതിയിലുള്ള ഓപ്പറേഷനുകൾക്ക് വേണ്ടി 2 തരത്തിലെ ഹോണുകളുള്ള പൈപ്പ് സ്റ്റേക്ക് അല്ലെങ്കിൽ സ്ക്വയർ എഡ്ജ് സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഒന്ന് ഒരു കർവ്ഡ് ഫേസ് ആണ് ആൻഡ് അനദർ വൺ ഈസ് എ ഫ്ലാറ്റ് ഫേസ്. ഓക്കെ, അപ്പോൾ കർവ്ഡ് ഫേസ് ആണ് എങ്കിൽ നമുക്ക് സിലിണ്ടറിക്കലായിട്ടുള്ള കമ്പൗണ്ടുകളൊക്കെ അതിൽ ചെയ്യാൻ സാധിക്കും. ഇനി
എഡ്ജ് ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജ് ബെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഫേസ് യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. സോ ദി ഫ്ലാറ്റ് ഫേസ് ഹോൺ സ്റ്റേക്ക് ഈസ് യൂസ്ഡ് ടു ഫോൾഡ് ദ എഡ്ജസ്, എഡ്ജുകളെ മടക്കുക, ആൻഡ് ടു ടേൺ അപ്പ് സ്ട്രെയിറ്റ് എഡ്ജസ്. ആൻഡ് ദ കർവ്ഡ് ഫേസ് ഹോൺ സ്റ്റേക്ക് ഈസ് യൂസ്ഡ് to turn circular disc or curved edges and to make knocked up joints. The tool ആണ് Tinman's Anvil. So it is used for planishing. പ്ലാനിഷിങ് എന്താണെന്ന് നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ എടുത്ത് നോക്കുക. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇനി അതുമായി ബന്ധപ്പെട്ട മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യനുകളുമാണ് ഈ സീരീസിലുള്ള എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്ലാനിഷിങ് അതെന്ന് പറയുന്നത് ഒരു ഷീറ്റ് മെറ്റൽ വർക്കാണ്, ഒരു ഓപ്പറേഷനാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലാനിഷിങ് ഓൾ ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് ഷേപ്ഡ് വർക്ക്സ്. ഇറ്റ് ഈസ് ഹൈലി പോളിഷ്ഡ് ഓൺ ഇറ്റ്സ് വർക്കിംഗ് സർഫസ്. പ്ലാനിഷിങ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ടിൻമാൻസ് ആൻവിൽ യൂസ് ചെയ്യുന്നത്. ടിൻമാൻസ് ഹോഴ്സ്, ടിൻമാൻസ് ഹോഴ്സ്, ഒരു ടിൻമാൻസ് ഹോഴ്സ് എന്ന് പറയുന്ന ടൂൾ. ദിസ് ടേ ഹാസ് 2 arms അറ്റ് ഇറ്റ്സ് ബോത്ത് എൻഡ്സ്. അപ്പോൾ ഇതിന് 2 ആമുകളുണ്ട് ഇതിൻ്റെ 2 എൻഡുകളിലും. വൺ ഓഫ് വിച്ച് ഈസ് യൂഷ്വലി ക്രാങ്ക്ഡ് ഡൗൺവേർഡ്സ് ഫോർ ക്ലിയറൻസ് പർപ്പസ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ക്രാങ്ക്ഡ് ഡൗൺവേർഡ്സ് ഫോർ ക്ലിയറൻസ് പർപ്പസ്. There is a square hole for the reception of a wide variety of heads. അതിൻ്റെ 2 എഡ്ജുകളിലും സ്ക്വയർ ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് വി ക്യാൻ അക്കോമഡേറ്റ് ഡിഫറെൻറ്റ് ഷേപ്ഡ് ഹെഡ്സ്. ഇവിടെ ആ ടിൻമാൻസ് ഹോഴ്സിലേക്ക് പല രീതിയിലുള്ള പല ഷേപ്പിലുള്ള ഹെഡുകൾ നമുക്ക് ആ സ്ക്വയർ ഹെഡിലേക്ക്, ആ സ്ക്വയർ സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളുകൾ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ, ഇനി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ കണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് അടുത്തായി നമ്മൾ നോക്കുന്നത്. സോ ഒരു ചോദ്യം, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റേക്ക്? സ്റ്റേക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റേക്ക് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? അപ്പോൾ ഓപ്ഷൻസ് അതുണ്ട്. ഷാർപ്പനിങ്ങിന് വേണ്ടിയാണ്, സപ്പോർട്ടിങ്ങിന് വേണ്ടിയാണ്, റസ്റ്റ് ഓഫ് വർക്ക് പീസ് അതിന് വേണ്ടിയാണ്, ഇനി പ്രൊട്ടക്ട് ദി ടൂൾ ഫ്രം ഡാമേജ് ആണ്. ഇപ്പോൾ സ്റ്റേക്ക് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു സ്റ്റേക്ക് ഈസ് എ സപ്പോർട്ടിങ് ടൂൾ അല്ലേ, സപ്പോർട്ടിങ് ആൻഡ് ഫോമിങ് ടൂൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേക്കിൻ്റെ അഡ്വാൻറ്റേജ് അത് പ്ലേറ്റുകളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് കോൾഡ് if a sheet metal edge is folded to 180 degree twice? 180 ഡിഗ്രിയിലേക്ക് 2 പ്രാവശ്യം അത് ഫോൾഡ് ചെയ്തു, അങ്ങനെയാണ് എങ്കിൽ അതിനെ എന്ത് പറയും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഓപ്ഷൻസ് അതുണ്ട്. സിംഗിൾ ഹെം എന്ന് പറയും, ഡബിൾ ഹെം എന്ന് പറയും, ഇനി സ്റ്റിഫർ എന്ന് പറയും, ഇനി റിങ്ങിങ് എന്ന് പറയും. അപ്പോൾ ഫോൾഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ഹെം എന്നാണ് അല്ലേ. അപ്പോൾ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്യുന്നു, 180 ഡിഗ്രിയിൽ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും? നമ്മൾ പറയുന്നത് ഡബിൾ ഹെം എന്നാണ്. അടുത്തൊരു ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഡൺ ഓൺ ഷീറ്റ് മെറ്റൽ ടു അവോയ്ഡ് ഷാർപ്പ് എഡ്ജ്? ഷാർപ്പ് എഡ്ജുകൾ ഒഴിവാക്കാൻ വേണ്ടി ഷീറ്റ് മെറ്റലിൽ ചെയ്യുന്ന ഓപ്പറേഷൻ അതേതാണ്? ഓപ്ഷൻസ് അതുണ്ട്. വയറിംഗ് ആണ്, ടേണിംഗ് ആണ്, ഹെമ്മിങ് ആണ്, സ്റ്റിഫനിങ് ആണ്. ഷാർപ്പായിട്ടുള്ള എഡ്ജുകളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, അതിൻ്റെ എഡ്ജിനെ ഒരു 180 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുക, ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഓപ്പറേഷൻ നമ്മൾ പറയുന്നത് ഈസ് ഹെമ്മിങ്. അടുത്തൊരു ചോദ്യം, വിച്ച് സ്റ്റേക്ക് ഹാസ് 2 arms at its both ends? One is usually cranked downwards and square holes. ഓക്കെ, അപ്പോൾ 2 ആമുകളുള്ള ഒരു സ്റ്റേക്ക്, അതിൻ്റെ ഒരു ആം അത് ക്രാങ്ക്ഡ് ഡൗൺവേർഡ്സ് ആൻഡ് ഹാവ് സ്ക്വയർ ഹോൾസ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേക്ക് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കാര്യം ഓർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏത് സ്റ്റേക്ക് ആണെന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫണൽ സ്റ്റേക്ക് ആണ്, ഇനി റേസിംഗ് അയൺ ആണ്, ടിൻമാൻസ് ഹോഴ്സ് ആണ്, സ്ക്വയർ എഡ്ജ് സ്റ്റേക്ക് ആണ്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ?
So the answer is Tinman's horse. അടുത്തൊരു ചോദ്യം. Which stake used for making sharp bends, folding the edges of sheet metal, forming boxes and pans by hand? അപ്പോൾ ഷാർപ്പ് എഡ്ജുകൾ, ഷാർപ്പ് ബെൻഡുകൾ, അതുപോലെ തന്നെ എഡ്ജുകൾ ഫോൾഡ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് സ്റ്റേക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫണൽ സ്റ്റേക്ക് ആണ്, ഹാച്ചറ്റ് സ്റ്റേക്ക് ആണ്, ബിഗ് അയൺ സ്റ്റേക്ക് ആണ്, ഹാഫ് മൂൺ സ്റ്റേക്ക് ആണ്. ഒരു കാര്യത്തിന് വേണ്ടി ഫോൾഡിങ് ദ എഡ്ജസ് ഓഫ് ഷീറ്റ് മെറ്റൽ ആൻഡ് മേക്കിംഗ് ഷാർപ്പ് ബെൻഡ്സ്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാച്ചറ്റ് സ്റ്റേക്ക് ആണ്. ചോദ്യം. ഹൗ സൈസ് ഓഫ് ദി ട്രൈ സ്ക്വയർ ഈസ് സ്പെസിഫൈഡ്? അപ്പോൾ ട്രൈ സ്ക്വയർ നമ്മൾക്കറിയാം അല്ലേ. അപ്പോൾ ട്രൈ സ്ക്വയറിൻ്റെ സൈസ് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് ബ്ലേഡ് ആണ്, ലെങ്ത് ഓഫ് ബ്ലേഡ് ആണ്, വിഡ്ത്ത് ഓഫ് സ്റ്റോക്ക് ആണ്, അതേപോലെ ലെങ്ത് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ഒരു ട്രൈ സ്ക്വയറിൻ്റെ സൈസ് അത് സ്പെസിഫൈ ചെയ്യുന്നത് ലെങ്ത് ഓഫ് ദി ബ്ലേഡ് ഉപയോഗിച്ചാണ്. ബ്ലേഡിൻ്റെ ലെങ്ത്തിനെ ബേസ് ചെയ്താണ് ട്രൈ സ്ക്വയറുകളെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ചോദ്യം. സ്നിപ്പ് ഈസ് എ ഡാഷ്. അപ്പോൾ സ്നിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അല്ലേ. അപ്പോൾ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മെഷറിംഗ് ടൂളാണ്, മാർക്കിംഗ് ടൂളാണ്, കട്ടിംഗ് ടൂളാണ്, സപ്പോർട്ടിംഗ് ടൂളാണ്. സോ സ്നിപ്പ് എന്ന് പറയുന്നത് കട്ടിംഗ് ടൂൾ, ഷീറ്റുകളെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്നിപ്സ് യൂസ് ചെയ്യുന്നത്. ചോദ്യം. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ബെൻഡിങ് ലോങ് ഷീറ്റ് മെറ്റൽ? ലോങ് ഷീറ്റ് മെറ്റലിനെ ബെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫോൾഡിംഗ് ബാർ ആണ്, ബെഞ്ച് വൈസ് ആണ്, ഹാൻഡ് വൈസ് ആണ്, ഷിയർ ആണ്. സോ ലോങ് ഷീറ്റ് മെറ്റലുകളെ ബെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോൾഡിംഗ് ബാർ ആണ്. സോ നെക്സ്റ്റ് ഈസ് വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ബെൻഡിങ്, സീമിങ് ആൻഡ് ഫോമിങ് ഓഫ് ഷീറ്റ് മെറ്റൽ? ബെൻഡിങ്, സീമിങ്, ഫോമിങ് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ടൂൾ അതേതാണ്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. ബെഞ്ച് വൈസ് ആണ്, ഹാൻഡ് വൈസ് ആണ്, സ്റ്റേക്സ് ആണ്, ഷിയർ ആണ്. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്യുന്നത് സ്റ്റേക്കുകൾ ഉപയോഗിച്ചാണ്. ബെൻഡിങ്, സീമിങ്, ഫോമിങ് ഒക്കെ ചെയ്യുന്നത് സ്റ്റേക്കുകൾ ഉപയോഗിച്ചാണ്. അടുത്തൊരു ചോദ്യം. വിച്ച് ഗേജ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി മേറ്റിംഗ് പാർട്സ്? മേറ്റിംഗ് പാർട്സിനിടയിലുള്ള ഗ്യാപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? ഗേജ് ഏതാണ്? അപ്പോൾ അത് ഓപ്ഷൻ തന്നിരിക്കുന്നു. സ്ലിപ്പ് ഗേജ് ആണ്, പ്ലഗ് ഗേജ് ആണ്, ഫീലർ ഗേജ് ആണ്, റേഡിയസ് ഗേജ് ആണ്. മേറ്റിംഗ് പാർട്സിനിടയിലുള്ള ഗ്യാപ്പ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫീലർ ഗേജ്. അപ്പോൾ അടുത്ത ചോദ്യം. വിച്ച് ഗേജ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് ആൻ എക്സ്റ്റേണൽ ത്രെഡ്? ഒരു എക്സ്റ്റേണൽ ത്രെഡിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏത് ഗേജാണ്? അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. സ്നാപ്പ് ഗേജ് ആണ്, ത്രെഡ് റിംഗ് ഗേജ് ആണ്, ത്രെഡ് പ്ലഗ് ഗേജ് ആണ്, സ്ക്രൂ പിച്ച് ഗേജ് ആണ്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റേണൽ ത്രെഡ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ത്രെഡിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രെഡ് റിംഗ് ഗേജുകളാണ്. ഇപ്പോൾ ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളുകൾ, അതേപോലെ തന്നെ ഗേജുകൾ എന്നിവയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ നോക്കിയത്. അപ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ അമർത്തുകയാണെങ്കിൽ ഇതിൽ വരുന്ന വീഡിയോസ് അത് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും ഇതിന് മുമ്പുള്ള വീഡിയോസും കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ വീഡിയോസിലും മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായി വർക്കൗട്ട് ചെയ്യുന്നോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.